ഹായ് മൈസെൽഫ് റിനാസ് ഷാസർ. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്നവരാണ്. ഹോണസ്റ്റ്ലി എങ്ങനെ പഠിക്കണം എന്നറിയില്ല, എവിടെ തുടങ്ങണം എന്നറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഞാനിവിടെ മോട്ടിവേഷൻ ഒന്നല്ല പറയുന്നത്, ജസ്റ്റ് ക്ലിയർ സ്ട്രാറ്റജി ടു പ്രിപ്പയർ ഫോർ യുവർ എക്സാംസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് ഹാർഡ് കോർ വിത്ത് ദി സബ്ജക്റ്റ് അനാലിസിസ്. നമ്മൾ ബുക്ക് തുറന്ന് വെറുതെ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ ഒരു അനാലിസിസ് നടത്തുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം, സ്റ്റഡി മെറ്റീരിയൽ നോക്കാം, അതുപോലെ റിസോഴ്സസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്, അതുപോലെ ഏതൊക്കെയാണ് കൂടുതൽ റിപ്പീറ്റായി ചോദിക്കുന്ന ടോപ്പിക്സ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതിനാണ് നമ്മൾ ഒരു അനാലിസിസ് നടത്തുക എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യം ഒരു ABC അനാലിസിസ് നടത്തുക. എന്താണ് ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചു കണ്ട ഒരു കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ടോപ്പിക് ഉണ്ടാവും. 80% ഓഫ് മാർക്ക് വരുന്നതും ഈ A എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളതാണ്. കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്കുകൾ നമ്മൾ A എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കുക. ദെൻ രണ്ടാമത്തതാണ് B. എൻ്റെ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷേ നമുക്ക് എയിൽ വിട്ടുപോകുന്ന കാര്യങ്ങൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് B കാറ്റഗറി. A കാറ്റഗറി പഠിച്ചു കഴിഞ്ഞാൽ B കാറ്റഗറിയും ഒന്ന് പഠിക്കാം. ഇനി C കാറ്റഗറി. A കാറ്റഗറിനെയും B കാറ്റഗറിനെയും വെച്ച് നോക്കുമ്പോൾ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, നമ്മൾ ഓവർ എനർജി വേസ്റ്റ് ചെയ്യേണ്ടാത്തൊരു സാധനമാണ് C കാറ്റഗറി. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് വായിച്ച് വിട്ടാൽ മതിയാവുന്ന ഏരിയയാണ് C കാറ്റഗറി. സോ ഒരു ABC അനാലിസിസ് നടത്തുക. കറക്റ്റ് A കാറ്റഗറിയിലേക്ക് ഏതൊക്കെ ടോപ്പിക്ക് പോകണം, B കാറ്റഗറിയിലേക്ക് ഏതൊക്കെ ടോപ്പിക്ക് പോകണം, C കാറ്റഗറിയിലേക്ക് ഏതൊക്കെ ടോപ്പിക്ക് പോകണം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് പ്ലാൻ ചെയ്യുക. അതിന് നമ്മളെ ആ ഒരു അനാലിസിസ് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുക. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യും. ബൈ ഹാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കറക്റ്റായിട്ട് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് അത് വർക്കൗട്ട് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിനെ മെമ്മറൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് കറക്റ്റായിട്ട് അവിടെ കയറി നിൽക്കും. നേരെ മറിച്ച് നമ്മൾ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ മെമ്മറി അതിനെ പതിയെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പോകും. സോ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം ഒരു കറക്റ്റ് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം. ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് മിക്സ് ദി സബ്ജക്റ്റ്. അതായത് നമുക്ക് എപ്പോഴും ഒരു ബോറിംഗ് സബ്ജക്റ്റും ഉണ്ടാവും, അതുപോലെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റും ഉണ്ടാവും. ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പം നമുക്കൊരു ഓവർ കോൺഫിഡൻസ് വരും. എന്നാൽ ബോറിംഗ് ഉള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പം നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ പോവുകയും ചെയ്യും. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിക്കുക. 45 മിനിറ്റ്സ് ബോറിംഗ് ആണെങ്കിൽ 45 മിനിറ്റ്സ് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് പഠിക്കുക. ഇത് നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കാനും അതുപോലെ ആ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും വളരെ നല്ല രീതിയിൽ സഹായിക്കും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ളത് പ്രിഫർ ചെയ്യുക. കാരണം നമ്മളൊരു കണ്ടിന്യൂസ് 8 മണിക്കൂർ പഠിച്ചിട്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഷോർട്ട് ഇൻ്റർവെൽസ് എടുക്കുക. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ബ്രേക്ക് എടുക്കുക, എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു 1 അവർ പഠിച്ചിട്ട് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അങ്ങനെ പോവുക. അതിൽ നമ്മുടെ ലേസി ടൈം വരണം, നമ്മൾ ഫ്രഷ് ആവുന്ന ടൈം വരണം, എല്ലാം വരണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബോറിംഗ് ഇല്ലാതെ നമ്മുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതർവൈസ് നമുക്ക് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തന്നെ അത് മടുക്കും. സോ നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് വായിച്ചു എന്ന് വെച്ച് അതൊരിക്കലും നമ്മുടെ മൈൻഡിൽ മെമ്മറൈസ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഫോർമുല ഷീറ്റുകൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ പഠിച്ചത് ഒന്നുകൂടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കുറേ റിസോഴ്സസ് വെച്ച് പഠിക്കും. അത് ആദ്യം ഒഴിവാക്കാം. ഒരു റിസോഴ്സ് യൂസ് ചെയ്ത് പഠിക്കാം. അതായത് കംപ്ലീറ്റ്ലി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റിസോഴ്സ് സെറ്റ് ചെയ്ത് പഠിക്കാം. ദെൻ ഒന്ന് റിവൈസ് ചെയ്യാണ്ടിരിക്കുക. റിവൈസ് ചെയ്യാണ്ടിരുന്നാൽ ഒരിക്കലും നമ്മൾ പഠിച്ച കാര്യം നമ്മുടെ മെമ്മറിയിൽ റീകോൾ ചെയ്യൂല. ദെൻ ഒരു പെർഫെക്റ്റ് മൂഡ് വന്നാലേ പഠിക്കുന്നുള്ള മൈൻഡ് ഒഴിവാക്കുക. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക, മൂഡൊക്കെ താനേ വന്നോളൂ. കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂർ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് ഒരു പ്രോപ്പർ ടൈം പാറ്റേൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി
നമ്മൾ വെറുതെ അങ്ങനെ പഠിച്ചു പോവുക, ഒരു അനാലിസിസ് നടത്താതെ, ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് മനസ്സിലാക്കാതെ വെറുതെ പഠിച്ചു പോവുക, അതിലും കാര്യമില്ല. സോ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു അനാലിസിസ് നടത്തുക. അത് ABC അനാലിസിസ് ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ദെൻ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. കറക്റ്റായിട്ട് പഠിച്ച കാര്യങ്ങൾ കൺസെപ്റ്റോട് കൂടി പഠിക്കുക. അതുപോലെ പഠിച്ചത് എന്ത് ചെയ്യുക, ഒന്ന് ആക്റ്റീവ് റീകോൾ ചെയ്യുക, റിവിഷൻ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. ദെൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറേ പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുന്നത് സ്മാർട്ടായിട്ട് പഠിക്കുക. എത്ര വെയിറ്റേജ് വരുന്നുണ്ട് ആ വെയിറ്റേജ് ഉള്ളത് നോക്കി ഒരു സ്മാർട്ട് സ്റ്റഡി എപ്പോഴും പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.